ഇതിന് നേരെ പോകണം നമ്മളെ സ്റ്റാർബക്സ് ഉണ്ട്. സ്റ്റാർബക്സിൻ്റെ തൊട്ടടുത്ത് നല്ല ആംബിയൻസ് കേട്ടോ, കിഡിലായിട്ട് നൈസ് ഡാമയോ അല്ല അതും ക്യാമറ തന്നെയാണ്. അത് ഇവിടെ കിടക്കുന്നതാണ് കേട്ടോ. മോനെ ജാതി ഫീലാണ്. ഇത് ദമാം എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ആണ് കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് പ്രത്യേക ഒരു ദിവസമാണ് കേട്ടോ എനിക്ക്, നിങ്ങൾക്കല്ല എനിക്ക്. ഇന്ന് ഗൾഫിൽ വന്നിട്ട് 1 ഇയർ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ നാട്ടിലേക്ക് പോവാണ്. ഇന്ന് രാത്രിയാണ് ഫ്ലൈറ്റ്. ഇതുവരെയും ഒരുക്കങ്ങളൊക്കെ കുറച്ചൊക്കെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തു, ബാഗെല്ലാം എടുത്ത് വെച്ചു. പിന്നെ ലഗേജ് കുറച്ച് കൂടുതലാട്ടോ, ഒരു 1 kg സംതിങ് കൂടുതലാണ്. ഇനിയിപ്പോൾ റെഡി ആവണം, ബാക്കി പേരെടുത്ത് യാത്ര പറയാനുണ്ട്. ഇപ്പോൾ ടാറ്റ, റെഡി ആയിട്ട് വരാം. അപ്പോൾ റെഡിയായി നേരെ റൂമിൽ നിന്ന് എയർപോർട്ടിലോട്ടേക്ക് പോകും. ഹലോ ഗൈസ്, അങ്ങനെ ഇപ്പോൾ ദമാം എയർപോർട്ടിലാണ്. എയർപോർട്ടിൽ വന്നു, ചെക്കിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഗേറ്റിൽ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. നെക്സ്റ്റ് ഇൻഡിഗോ കേട്ടോ ഫ്ലൈറ്റ്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഫുഡ് ഞാൻ കൊണ്ടുവന്നു. ഫുഡ് ഇവിടെ വന്നപ്പോൾ ഫ്ലൈറ്റ് 1.5 മണിക്കൂർ ഡിലേ. അങ്ങനെ ഡ്യൂട്ടി ഫ്രീയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇരുന്ന് ബോറാട്ടോ. എനിക്കിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നൊരു ക്യാരക്ടറല്ല ഞാൻ. ഇവിടെ വെറുതെ ഇരുന്നാൽ ഒരു അരമണിക്കൂർ പോലും എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ എണീറ്റ് വന്നപ്പോൾ ഞാൻ ഡ്യൂട്ടി ഫ്രീയിലാണ്. ഇവിടെ നമ്മൾ ഈ 1 ഇയർ ജോലിയൊക്കെ ചെയ്തിട്ട് ലീവിന് 1 മാസത്തേക്ക് വേണ്ടിയിട്ട് എല്ലാ പ്രവാസികളും വെറും 1 മാസമായിട്ടാണ് കിട്ടുന്നത്. ഈ 1 മാസത്തിൽ അവർ ഒരുപാട് പ്രതീക്ഷകളായിട്ട് നാട്ടിൽ പോകുന്നത്. ആ ഒരു പ്രതീക്ഷയോടെയാണ് ഞാനും പോകുന്നത്. അത്രയും ത്രില്ലിൽ നിൽക്കുകയാണ്. നാട്ടിൽ പോയാൽ അത് ചെയ്യാം, ഇത് ചെയ്യാം, അവരെ കാണാം, ഫ്രണ്ട്സിനെ കാണാം, വീട്ടുകാരെ മീറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ. അത് ഈ ഞാനെന്നല്ല, എല്ലാ പ്രവാസികളുടെയും അവസ്ഥ തന്നെയാണ്. ചിലപ്പോൾ 2 വർഷം നിൽക്കുന്നവർക്ക് 2 മാസം ലീവ് കിട്ടും. ഈ 2 മാസം അവർ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഇതുപോലെ ഞാൻ 1 ഇയർ കഴിഞ്ഞു. 1 ഇയർ കഴിഞ്ഞപ്പോൾ എനിക്ക് 1 മന്ത് ലീവ് ഉണ്ട്. ഇങ്ങനെ നാട്ടിൽ പോവാണ്. പിന്നെ ഷിപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നല്ല രസമുണ്ടല്ലേ. ഇത് ദമാം എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ആണ് കേട്ടോ. അതൊക്കെ ക്യാമല, അതുപോലെ തന്നെ എൻ്റെ കൂടെ അതിൻ്റെ നിൽക്കുന്ന ആളുണ്ട്. ദാമയോ അല്ല അതും ക്യാമല തന്നെയാണ്. അത് ഇവിടെ കിടക്കുന്നതാണ് കേട്ടോ. നല്ല നല്ല രസമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, കണ്ടോ. ഈ ഗൾഫിൽ വന്നിട്ട് ഈ 1 മാസം ലീവിന് പോകുന്നില്ലേ, അത് വേറൊരു ഫീലാട്ടോ. ഈ പ്രവാസികളെന്നുള്ള പേര് കിട്ടിയ എല്ലാവർക്കും അതറിയാം. അതുപോലെ തന്നെ പോകുന്നതിന് മുന്നേ ഒരു 2 ദിവസം മുന്നേ എത്ര കിടന്നാലും ഉറക്കം വരില്ല. ഉള്ളതാണ് ഞാൻ പറയുന്നത്. എത്ര കിടന്നാലും അങ്ങോട്ട് തിരിഞ്ഞു മറിഞ്ഞും കിടക്കും, വീണ്ടും ഇങ്ങോട്ട് കിടക്കും. എന്നാലും നമുക്കിപ്പോൾ പോകാമല്ലോ, നാളെ പോകാമല്ലോ, ഇനി എന്തൊക്കെ ഒരുക്കങ്ങളുണ്ട്, ഇനി എന്തൊക്കെ മേടിക്കാനുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തിച്ച് കൂട്ടി ഇങ്ങനെ കിടക്കും. അല്ലെങ്കിൽ നാട്ടിൽ പോയി ആരെ കാണണം, അങ്ങനെയൊക്കെ ഭയങ്കര സ്വപ്നം കണ്ട് എല്ലാവരും കിടന്നിട്ട് ഉറക്കം വരാത്തവരാട്ടോ. എന്നിട്ട് ആ ദിവസം പോകുന്ന ദിവസം എന്ന് വന്നെത്തുമ്പോഴേക്കും അവിടെ റൂമിലുള്ള എല്ലാവരോടും യാത്ര പറഞ്ഞ്, അതുപോലെ തന്നെ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി എയർപോർട്ടിലെത്തി. അത് വേറെ ഫീലാട്ടോ. നമ്മൾ ഇങ്ങനെ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ട് ഇവിടെ എയർപോർട്ടിലേക്ക് വന്ന് നാളെ എത്തുമല്ലോ. ഇനിയിപ്പോൾ ഫ്ലൈറ്റ് കയറിയാൽ കുറച്ച് മണിക്കൂർ കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ ഉറങ്ങി എണീക്കുമ്പോഴേക്കും കാണുന്നത് എന്താണ്, നമ്മൾ കേരളത്തിലുള്ളവർ കാണുമ്പോൾ ഫസ്റ്റ് പച്ചപ്പാട്ടാണ് കാണുന്നത്. ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഇങ്ങനെ മേഘങ്ങൾക്കിടയിൽ കൂടെ ഫ്ലൈറ്റ് ഇങ്ങനെ ഇറങ്ങുമ്പോഴേക്കും നമ്മൾ ഫസ്റ്റ് കാണുന്ന കുറച്ച് തെങ്ങും അതുപോലെ തന്നെ പച്ചപ്പും കാര്യങ്ങളൊക്കെ, ഇത് കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്. എൻ്റെ മോനെ ജാതി ഫീലാണ്. ഞാൻ പറയുന്നില്ല, കാട്ടിത്തരാം. ഓക്കെ, വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് സൗദിയിൽ വന്നതിന് ശേഷം, ഇവിടെ വന്നതിന് ശേഷമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കേട്ടോ. യൂട്യൂബ് ചാനൽ തുടങ്ങി ഇപ്പോൾ 725 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 725 സബ്സ്ക്രൈബേഴ്സും നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് ഞാൻ വീഡിയോ ഒന്നും ഞാൻ ചെയ്യാറില്ല. ചെയ്യാത്ത വേറൊന്നുമല്ല കേട്ടോ, എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ്. വർക്കിൻ്റെ ടെൻഷൻ, പിന്നെ അല്ലാതെ കുറച്ച് പ്രോബ്ലംസ്, അങ്ങനെയൊക്കെ കൊണ്ട് വീഡിയോസ് ഒന്ന് വ്ളോഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ചെയ്യാൻ പറ്റാറില്ല, അതാണ് സംഭവം.
ഇൻഷാല്ലാ ഇനി പറ്റുമെങ്കിൽ വീഡിയോസൊക്കെ ഇടും. ഈ വീഡിയോ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, നാട്ടിൽ പോകുമ്പോൾ ഒരു വീഡിയോ ചെയ്തിടണമെന്ന് ആഗ്രഹമുണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ഇടുന്ന വീഡിയോസിന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ 20 വയസ്സ് കഴിഞ്ഞാൽ ബോയ്സിന് പ്രത്യേകിച്ച് പെട്ടെന്നൊരു ബോധം വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കയ്യിൽ പൈസ ഇല്ല, എനിക്ക് പൈസ വേണം, അല്ലെങ്കിൽ ജീവിക്കണം, എൻ്റെ വീട്ടുകാരെ നോക്കണം, അതിന് പൈസ വേണം, ജോലി വേണം എന്നൊക്കെ പറയുന്നൊരു ബോധം വയ്ക്കലുണ്ട്. ഒടുക്കത്തൊരു ബോധം വയ്ക്കലായിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചിലർ ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കും. ചിലത് ഫെയിലായി പോവും, ചിലത് സക്സസ് ആവും, ചിലർ പ്രവാസ ജീവിതം തുടങ്ങാനായിട്ട് ഗൾഫിലേക്ക് തിരിക്കും. ഒരുപാട് പേര് ഞാൻ കാണുന്ന, ഞാനുൾപ്പെടെ ഗൾഫിലേക്ക് വന്ന ഒരുപാട് ബാധ്യതകളും കാര്യങ്ങളായിട്ടൊക്കെ എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ എന്നാലും കുറേ നാൾ ജോലി എടുത്താലും നമുക്ക് ഒന്നും തീരില്ല. പക്ഷേ നമ്മുടെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് എത്തുമ്പോൾ, മാരേജൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ മാരേജിന് മുന്നേ ചിലർക്ക് ചില ഭാഗ്യങ്ങളുണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ആ ഒരു ഇതിൽ പ്രൊമോഷനായി നമുക്ക് വീണ്ടും ഹൈ ലെവൽ സാലറി ഒക്കെ കിട്ടി ലൈഫൊക്കെ സെറ്റാവുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ. ചിലരിതിപ്പോഴും ശരിയാവാത്ത, എന്നെപ്പോലുള്ളവർ ഇപ്പോഴും ശരിയാവാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, മാക്സിമം നമ്മളാണ് കുടുംബത്തിന് വേണ്ടി പണിയെടുക്കാനുള്ളത്, നമ്മളാണ് കുടുംബം നോക്കാനുള്ളത്. മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക, പഠിച്ച് ഒരു ഗവൺമെൻറ് ജോലി മേടിക്കണമെന്ന് പറയുന്നില്ല. ഞാൻ പറയുന്നത് ട്രേഡിങ് ബെറ്റർ ഓപ്ഷനാണ് കേട്ടോ. ട്രേഡിങ് ഒരു സൈഡായിട്ടൊരു ഇൻകം കിട്ടാൻ ട്രേഡിങ് ബെറ്ററായിട്ടൊരു ഓപ്ഷനാണ്. ഞാൻ ഈ ഇടയ്ക്ക് തുടങ്ങി, പക്ഷേ നമ്മളതിൽ വലിയ പ്രോയൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. ട്രേഡിങ് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ സൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ. നമ്മളൊരു സൈഡായിട്ടൊരു ഇൻകം ഒന്നെങ്കിൽ വീട്ടിലെ വാടകയ്ക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക്, ഹോസ്പിറ്റൽ കേസൊക്കെ വന്നാൽ നമ്മുടെ സാലറിയിൽ നിന്ന് എടുക്കണ്ടല്ലോ. ഇങ്ങനൊരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ട് ഉപകാരമാവും. മാക്സിമം എല്ലാവരും പഠിക്കുക, നല്ല ജോലിയൊക്കെ മേടിക്കാൻ നോക്കുക. ഓക്കെ. മാക്സിമം ഗൾഫിൽ വന്ന് കഷ്ടപ്പെട്ട് ജീവിതം കളയാതിരിക്കാൻ നോക്കുക. ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഈ പറയുന്ന എൻ്റെ വാപ്പ ഉൾപ്പെടെ ഒരു 30 വർഷത്തോളം ഗൾഫ് ജീവിതമാണ്. നാടും വീട്ടുകാരൊക്കെ ഉപേക്ഷിച്ച് വർഷത്തിൽ ഒരു തവണ മാത്രം വരും. അതിന് 2 മാസം നിന്നിട്ട് വീണ്ടും ഇവിടേക്ക് തന്നെ വരും. അപ്പോൾ എല്ലാവരും നല്ല ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ. പഠിക്കുന്നവർ പഠിക്കുക. മുന്നോട്ട് എല്ലാവർക്കും ഒരു ഫ്യൂച്ചർ ഉണ്ടാവും. ഓക്കെ. ഇനിയിപ്പം നല്ല ടയേർഡായിട്ട് ഇരിപ്പുണ്ട്. വെയിറ്റ് ചെയ്ത് വയ്യ. അങ്ങനെ ഇനി അടുത്ത് ഇവിടെ നിന്ന് നേരെ മുംബൈയിലാണ് കേട്ടോ. മുംബൈയിൽ കുറച്ച് വെയിറ്റിംഗ് ഉണ്ട്. അതിന് ശേഷമേ ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക് ലാൻഡ് ആവത്തുള്ളൂ. അപ്പോൾ ഇനി മുംബൈ എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം. ഓക്കെ, ടാറ്റാ. അങ്ങനെ ഫൈനലി മുംബൈ എയർപോർട്ട് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ അടുത്ത ഫ്ലൈറ്റ് ഉടനെ ഉണ്ടാവും. ദെൻ ഇനി ഇവിടെ നടത്തിന് നേരെ പോകണം നമ്മളെ എൻ്റെ നേറ്റീവ് പ്ലേസ് ആയിട്ടുള്ള ട്രിവാൻഡ്രത്ത്. ഓക്കെ. ഇത് ഇവിടുത്തെ മുംബൈ എയർപോർട്ടാണ്. വന്നതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ ഇവിടെ ഇത് കണ്ടോ, ഇത് എന്താണ്, ഇത് ബിയർ അങ്ങനത്തെ സംഭവം കിട്ടുന്നത് കേട്ടോ. നമുക്ക് പോവേണ്ടത് 49A ഗേറ്റിലാണ്. ഇതിനിയും ഉണ്ട് എന്ന് തോന്നുന്നു. സ്റ്റാർബക്സ് ഉണ്ട്. സ്റ്റാർബക്സിൻ്റെ തൊട്ടടുത്ത് നല്ല ആംബിയൻസ് കേട്ടോ. കിഡിലായിട്ട് നൈസായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കണ്ടോ. ഇതിൻ്റെ നേരെ അവിടെയാണ് 49A ഗേറ്റ് നമ്പർ. ഇവിടെ ആയിരിക്കും നമ്മുടെ ഫ്ലൈറ്റ് ഗേറ്റ്. ഇതാണ് ഞാൻ വീഡിയോയുടെ തുടക്കം പറഞ്ഞ ആ ഒരു പച്ചപ്പ്. ഈ ഒരു ഫീല് ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ തന്നെ കിട്ടും. നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് ഫീൽ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും ഇങ്ങനെ താന്നിറങ്ങുമ്പോൾ ഈ ഇത്രയും വീടുകളും ഈ ഒരു പച്ചപ്പും ഈ ഒരു റിവറും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു വേറെ ഫീലാണല്ലോ. അത് ഈ പ്രവാസിയൊക്കെ മനസ്സിലാവുള്ളൂ. അങ്ങനെ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ട്രിവാൻഡ്രം. ഒരുപാട് ഓർമ്മകൾ തന്ന സ്ഥലം. അങ്ങനെ ഇവിടേക്ക് ഫ്ലൈറ്റ് ഇങ്ങനെ ലാൻഡ് ചെയ്യാനായിട്ട് പോകാട്ടോ. ഇപ്പം ലാൻഡ് ചെയ്യുന്നു പറഞ്ഞ് ഇങ്ങനെ ആ ഒരു റോഡിൽ ഇങ്ങനെ ടച്ച് ചെയ്യാനായിട്ടിരുന്നു. ടച്ച് ചെയ്തു ഗൈസ്, എത്തി ഗൈസ്. അങ്ങനെ ട്രിവാൻഡ്രം എയർപോർട്ട് എത്തി. വീട്ടിൽ നിന്ന് ഉമ്മായും ഇക്കായും എല്ലാവരും കാണാനായിട്ട് വിളിക്കാൻ വന്നിട്ടുണ്ട്. വീട്ടുകാരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നല്ല മഴ, ക്ലൈമറ്റ് വന്നപ്പോഴേ നല്ല മഴയാണ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.
വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഹലോ.